മാധവൻ നായരെ, സമയം വൈകുന്നു. എനിക്ക് ഈ ഒരു കേസ് മാത്രമല്ല ഡീൽ ചെയ്യാനുള്ളത്. സഹകരിക്കണം. വസ്തുവിന്റെ ആധാരത്തിന് എന്താ സംഭവിച്ചത്? എനിക്കറിയില്ല സാർ. ആധാരം ഭദ്രമായി മുറിയിൽ വച്ചിരുന്നതാണ്. പലരെയും സഹായിച്ച് ചതി ഏറ്റുവാങ്ങിയ ചരിത്രമേ എനിക്കുള്ളൂ. പണമെല്ലാം കെട്ടിടം പണിക്ക് ചെലവാക്കി കഴിഞ്ഞു. ഇനി ഞാൻ എവിടെ നിന്നുണ്ടാക്കി തരാനാ? നിങ്ങളുടെ ചരിത്രമൊന്നും എനിക്ക് കേൾക്കണ്ട. ഒന്നുകിൽ ഈടായ വസ്തുവിന്റെ ആധാരം, അല്ലെങ്കിൽ ബാങ്കിന് നഷ്ടപ്പെട്ട പണം പലിശ സഹിതം തിരിച്ചടയ്ക്കണം. രണ്ടിലൊന്ന് ഉടനെ നടന്നിരിക്കണം. ഇല്ലെങ്കിൽ ബാങ്കിന്റെ അടുത്ത സ്റ്റെപ്പ് നിയമ നടപടികളായിരിക്കും. നിയമ നടപടി എന്ന് പറയുമ്പോ മാധവൻ നായരെ ലോക്കപ്പിൽ ഇടേണ്ടി വരും. നാളെ കോടതിയിൽ ഹാജരാക്കും. പിന്നെ റിമാൻഡായി, ജയിൽവാസമായി, എല്ലാം കൂടി വയസ്സുകാലത്ത് കുറെ ബുദ്ധിമുട്ടേണ്ടി വരും. പത്രക്കാരും ചാനലുകാരും പറഞ്ഞാ അറിയാമല്ലോ, വാർത്തയ്ക്ക് മുകളിൽ വാർത്തയാവും. അവസാനം മുണ്ടും തലവഴി ഇട്ടുകൊണ്ട് നായർക്ക് ഇറങ്ങേണ്ടി വരും. എന്താ ജഗൻ ഇതൊക്കെ? നിങ്ങളൊരാളെ വിശ്വസിച്ചാണ് നിയമം മറികടന്ന് ഞാൻ ലോൺ അനുവദിച്ചത്. അത് ബുദ്ധിമോശമായി പോയെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. സോറി മാഡം, അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. മാഡം എന്നെ വിശ്വസിച്ചാണ് ഈ ലോൺ അനുവദിച്ചതെങ്കിൽ ആ വിശ്വാസം ഞാൻ നിലനിർത്തിയിരിക്കും. ഒന്നുകിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന പ്രമാണം ഞാൻ കൊണ്ടുവന്ന് തരും. അതല്ലെങ്കിൽ ബാങ്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അനുവദിച്ച 5 ലക്ഷം രൂപ പലിശ സഹിതം ഞാൻ തിരിച്ചു തന്നിരിക്കും. എങ്കിൽ അത് നടക്കട്ടെ.